ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫേസ് പാക്കോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് കണ്ടിട്ട് ആരും ഇതിനകത്ത് ക്രീമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ക്രീമൊന്നുമല്ല, ഞാൻ ഇതിനകത്തൊരു ഫേസ് പാക്കാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇത് എന്തിൻ്റെ ഫേസ് പാക്കാണ് എന്നുള്ളത്? മിക്കവരും പറയും ഇതൊരു കോഫി ഫേസ് പാക്ക് എന്നായിരിക്കും അല്ലേ. അപ്പോൾ കോഫി ഫേസ് പാക്ക് ഒന്നുമല്ല, ഇത് സാക്ഷാൽ മഞ്ഞൾപ്പൊടി കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു വെറൈറ്റി ഫേസ് പാക്കാണിത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിതവിടെ വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് ഈ കളറിലേക്കായിട്ട് നമ്മളിത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള വീഡിയോയിലേക്ക് പോകാം. കാണാനായിട്ടും നമ്മുടെ കോഫി പൗഡറിൻ്റെ ലുക്കൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഇടുമ്പോഴും നമ്മുടെ കോഫി പൗഡറിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ അതിന്. അപ്പോൾ നമുക്കിത് എങ്ങനെ നോക്കാം. ഇതിലേക്ക് ഞാൻ ആദ്യം ഇവിടെ നല്ല ചൂടായിട്ടുള്ള കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു 3-4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായി കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞൾ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സംഭവമാണ് നമ്മുടെ ബ്രൈറ്റനിങ്ങിനും വൈറ്റനിങ്ങിനൊക്കെ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നന്നായിട്ടങ്ങ് നമ്മുടെ ഈ ഒരു ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്കതിൽ നിന്ന് നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മഞ്ഞൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. അപ്പോൾ കണ്ടില്ലേ, നല്ല കോഫിയുടെ നല്ല കളറാണ് ഇതിന് കാണാനുള്ളത്. നമുക്ക് ഇനിയും വെച്ച് നമ്മളിത് റോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നമുക്ക് നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും. അതായത് നമ്മുടെ ചാർക്കോളിൻ്റെ പൗഡറൊക്കെ ഇല്ലേ, ആ ഒരു കളറായിട്ട് നമുക്ക് ഈ ഒരു മഞ്ഞളിനെ കിട്ടും. ഞാൻ അത്രയും പോകുന്നില്ല. ഞാൻ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഓഫാക്കിയിട്ടിട്ട് ഈ ഒരു കളറിലാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കളർ വേണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാർക്കോളിൻ്റെ ഒക്കെ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെയും കുറച്ചും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു 1.5 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ടേബിൾ സ്പൂണിലാണെങ്കിൽ 1 ടേബിൾ സ്പൂണോളം മതിയാകും. ഇനി ഇതിന് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തൈരാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ റോസ് വാട്ടർ, ആലുവേര ജെൽ, അല്ലെങ്കിൽ കാച്ചാത്ത പാല്, തേങ്ങാപ്പാൽ, തേന്, ഇതിലേത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തൈരാണ്. അപ്പോൾ തൈര് ഉപയോഗിച്ചുകൊണ്ട് ഇതിന് നമുക്കിതിലേക്ക് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല, തൈര് മാത്രം ചേർത്തിട്ടാണ് ഇത് മിക്സാക്കി എടുക്കുന്നത്. ഈ ഒരു കൂട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മുന്നേ നന്നായിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്തിരിക്കണം. കൈയും ഫേസും നന്നായിട്ട് അങ്ങ് വാഷ് ചെയ്യണം. അതിനുശേഷം വേണം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് രാത്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിത് രാത്രി ഒരു കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റോളം വെച്ചാൽ മതിയാകും. 20 അല്ലെങ്കിൽ 30 മിനിറ്റ് അത്രയും മാത്രം വെച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഇത് കഴുകി കളയാം. ഒരാഴ്ച തുടർച്ചയായിട്ട് ഇതുപോലെ ചെയ്തു പോകാം. പിന്നീട് വരുന്ന ദിവസങ്ങളിൽ നമുക്കിത് ഇടവിട്ട് ചെയ്യാവുന്നതാണ്. ഒരാഴ്ച ഇതുപോലെ തുടർച്ചയായി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലുണ്ടാവുന്ന മാറ്റം നല്ലൊരു മാറ്റം തന്നെ ആയിരിക്കും. നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ്ങും നല്ല ബ്രൈറ്റിംഗ് ആയിട്ട് ഇരിക്കുവാനും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കുത്തും കോമയും പുള്ളിയും എല്ലാം നമുക്കിത് മൂലം മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ്. മഞ്ഞളിൻ്റെയും തൈരിൻ്റെയും കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നൊരു കാര്യമാണ് അല്ലേ. മഞ്ഞൾ നമ്മൾ പൊതുവേ പണ്ട് മുതൽക്കേ ഉപയോഗിച്ച് വരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റനിങ് കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു കാര്യമാണ് ഈ ഒരു മഞ്ഞൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു നല്ല പുളിച്ച തൈരും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ കയ്യിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഒരു കൂട്ട് ചെറിയ രീതിക്ക് അങ്ങ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ വാഷ് ചെയ്യാനൊക്കെ മുന്നേ നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ രീതിക്ക് അങ്ങ് സ്ക്രബ് ചെയ്യുക. ഓക്കെ, മസാജ് ചെയ്ത് കൊടുക്കുക. പതുക്കെ വേണം ചെയ്യാനായിട്ട്, ഒത്തിരി അങ്ങ് ഉരയ്ക്കരുത്, പതുക്കെ വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മഞ്ഞളുടെ കളർ നമ്മുടെ കയ്യിലാവുകയുമില്ല. പിന്നെ മഞ്ഞളുടെ ഇപ്പോൾ ഈ കളർ ഇപ്പോൾ മഞ്ഞയല്ലല്ലോ, ഒരു കോഫി കളർ അല്ലെങ്കിൽ ബ്ലാക്കിഷ് കളറാണല്ലോ. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ നമ്മുടെ കയ്യിലാവില്ല. നന്നായിട്ടങ്ങ് നമുക്ക് ഈ ഒരു വാഷ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു കളർ അങ്ങ് പൊയ്ക്കോളും. ഒട്ടും നമ്മുടെ ദേഹത്ത് ഒട്ടും തന്നെ പിടിക്കത്തില്ല.
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ എൻ്റെ കയ്യിൽ എത്രമാത്രം മാറ്റം വന്നു എന്നുള്ളത്. ഞാനിപ്പോൾ ഒറ്റ യൂസിൽ തന്നെയാണ് ഈ ഒരു റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഈ ലൈന് മായ്ക്കാണ്ട് വെച്ചിരിക്കുന്നത് കളറിൻ്റെ ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നീട് ഫീഡ്ബാക്ക് അറിയിക്കാനും. അപ്പോൾ ഇത് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.